നൂലുകൾ കഴുകി ഉണക്കിയെടുത്ത് കളറ് മുക്കി ചർക്കയിൽ വെച്ച് നൂൽ നൂറ്റെടുത്ത് ആ നൂലുകൊണ്ട് തറികളിൽ വെച്ച് തുണിയായി വരുന്ന പ്രോസസ്സ് നിങ്ങൾ എത്ര പേർ കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം ചേന്ദമംഗലത്തായിരുന്നു എൻ്റെ വീട്. ചേന്ദമംഗലം കൈത്തറി അന്നും ഇന്നും പ്രസിദ്ധമാണ്. അന്ന് കൂടുതലും കൈത്തറി മാത്രമാണ്, അതായത് ഹാൻഡ്ലൂം. ഇന്നത്തെ പോലെ പവർ ലൂമുകൾ അധികമില്ല. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വീടുകളിലും ഒരു തറിയുണ്ടാകും. അവിടെ നിന്ന് നൂൽ നൂറ്റെടുക്കുന്നതും ഈ തുണിയാകുന്നതും എത്ര നേരത്തെ പ്രോസസ്സാണെന്നറിയാമോ? ചില ഇംപെർഫെക്ഷൻസ് ഒക്കെ അതിലുണ്ടാകും. കാരണം ഇത് മനുഷ്യർ നേരിട്ട് ചെയ്യുന്നതാണ്. നമ്മളെപ്പോലെ സാധാരണ മനുഷ്യർ കളറ് മുക്കുമ്പോൾ ചിലയിടത്ത് കളറ് പിടിച്ചെന്ന് വരാം, ചിലപ്പോൾ ചിലയിടത്ത് കളറൊന്ന് കുറഞ്ഞു പോയെന്ന് വരാം. ചില തറികളിൽ ചിലപ്പോഴൊക്കെ നൂലൊന്ന് വിട്ടുപോയെന്നോ ഒന്ന് കട്ട പിടിച്ചെന്നോ വരാം. ഈ സാരികളും അതുപോലെയാണ് കേട്ടോ. മധുരൈ സുങ്കിടി കോട്ടൺ സാരി കോലം ഡിസൈനിൽ അതുപോലെ വരുന്ന സാരീസാണ്. പക്ഷേ ഈ മെറ്റീരിയൽ ഒരു സിന്തറ്റിക് മെറ്റീരിയലും തരാനാവാത്ത വിധം അത്ര സുഖമാണിതിന്. വെൽക്കം ടു കാൽ ബൈ ശ്രീ.